അധ്യാപകർ, മാതാപിതാക്കൾ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരിശുദ്ധ വലിയ നോമ്പിന്റെ അനുഗ്രഹീതമായ നാളുകളിലാണ് പരിശുദ്ധ സഭ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ സ്വയം പരിശോധിക്കുവാനും ആത്മീയ നിയന്ത്രണത്തിലൂടെ ദൈവികമാക്കുന്നതിനും പരിശുദ്ധ നോമ്പുദിനങ്ങൾ നമ്മളെ സഹായിക്കുന്നു. ഓരോ ഞായറാഴ്ചയിലെയും വിശുദ്ധ ഏവൻഗേലിയൻ ഭാഗങ്ങളിലൂടെ നോമ്പിൽ നമ്മുടെ കർത്താവിന്റെ രക്ഷകര പദ്ധതിയിലെ വിവിധ സംഭവങ്ങളാണ് നാം ഓർക്കുന്നത്. ഓരോ സംഭവങ്ങളും നന്മയും രക്ഷയുടെ വഴിയിലേക്ക് നയിക്കുന്ന ആത്മീയ പണികൾ കൂടിയാണ്. ആദ്യ ഞായറാഴ്ച കാനായിലെ കല്യാണ ഭവനത്തിലെ കുറവുകൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ സമൃദ്ധിയുടെ അനുഭവങ്ങളാണ് അവിടെ രൂപാന്തരപ്പെട്ടത്. നിറമോ രുചിയോ ഇല്ലാത്ത പച്ചവെള്ളം ഏറ്റവും ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറിയതുപോലെ ക്രിസ്തു സാന്നിധ്യം നമ്മുടെ സാധാരണ ജീവിതത്തെയും അനുഗ്രഹപൂർണ്ണമാക്കി മാറ്റും. രണ്ടാം ഞായറാഴ്ച കർത്താവ് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നതിലൂടെ പശ്ചാത്താപത്തോടെ കർത്താവിന്റെ അടുക്കൽ വരുന്ന മനുഷ്യന് സമ്പൂർണമായ സൗഖ്യമാണ് വെളിവാക്കപ്പെട്ടത്. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പാപരോഗത്തിന് കർത്താവിന്റെ അടുക്കൽ ചെന്നാൽ ശുദ്ധീകരണം ലഭിക്കും. അതിന് നമുക്ക് വേണ്ടത് അടുത്തു ചെല്ലുവാനും സൗഖ്യം നേടുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുമാണ്. മൂന്നാം ഞായറാഴ്ച 4 പേർ തങ്ങളുടെ സുഖത്തിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന് തളർവാദ രോഗം മാറ്റിയ സംഭവമാണ് നാം അനുസ്മരിക്കുന്നത്. അവരുടെ വിശ്വാസം കൊണ്ടാണ് യേശു അവരെ സുഖപ്പെടുത്തിയത്. വിശ്വാസവും പരസ്പര സഹായവും ഉണ്ടെങ്കിൽ നമുക്ക് യേശുവിനോട് കൂടുതൽ അടുക്കാം. നാലാം ഞായറാഴ്ച ഒരു കനാന്യ സ്ത്രീയുടെ ഉറച്ച വിശ്വാസവും വിനയവും നമ്മുടെ കർത്താവിന്റെ മനസ്സിനെ സ്പർശിച്ച് അവളുടെ മകളെ നമ്മുടെ കർത്താവ് സുഖപ്പെടുത്തുന്ന സംഭവമാണ് നാം ഓർക്കുന്നത്. പ്രാർത്ഥനയിൽ സ്ഥിരതയും വിനയവും ഉണ്ടെങ്കിൽ നമ്മളെ ഒരിക്കലും കർത്താവ് നിരസിക്കില്ലെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. അഞ്ചാം ഞായറാഴ്ച 12 വർഷം കൂടിയായ സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തുന്നതിലൂടെ പാപവും ദുഃഖവും നമ്മെ താഴ്ത്തിയാലും യേശുവിന്റെ സ്പർശം നമ്മെ ഉയർത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആറാം ഞായറാഴ്ച, അതായത് ഇന്ന്, ജന്മന കുരുടനായ ഒരാൾക്ക് കാഴ്ച നൽകിയ സംഭവമാണ് നാം അനുസ്മരിക്കുന്നത്. മണ്ണ് കഴിച്ച് അയാളുടെ കണ്ണിൽ പുരട്ടി കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കൊണ്ടുവരുന്നതിലൂടെ താൻ സൃഷ്ടാവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യന് യഥാർത്ഥ ഉദ്ഘാടനം നൽകുവാൻ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവിന്റെ രക്ഷാകര പദ്ധതിയിലെ ഓരോ അടയാളങ്ങളും അത്ഭുതങ്ങളും നമുക്ക് വെളിച്ചവും ആത്മശുദ്ധീകരണവും നൽകുന്ന സാക്ഷ്യങ്ങൾ കൂടിയാണ്. ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ഈ നോമ്പുകാലം ആത്മീയ ജീവിതത്തെ പുതുക്കുന്ന കാലമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.